നമ്മളെ കുട്ടികൾ നമ്മളെ ആരെക്കാളും തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. നമ്മുടെ കുട്ടികൾ നമ്മളെ ആരെക്കാളും തിരിച്ചറിയുന്നുണ്ട്. എത്ര ഉമ്മമാരുണ്ടെന്നറിയോ, എത്ര അമ്മമാരും എത്ര അച്ഛന്മാരും ഒക്കെ ഉണ്ടെന്നറിയോ. അവർക്ക് ശരിക്കുള്ള അവരുടെ കുട്ടികൾ കണ്ടിട്ടില്ല. കല്യാണത്തിന് മുമ്പുള്ള ഒരാളുണ്ടാവും, കല്യാണത്തിന് മുമ്പുള്ള ഒരാളുണ്ടാവും, ഒരമ്മ. കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുമ്പുള്ള ഒരാളുണ്ടാവും. ആ ആളല്ല കല്യാണം കഴിഞ്ഞപ്പോൾ. അല്ലെങ്കിൽ പുരുഷൻ്റെ ജീവിതത്തിലുണ്ടാവും, കല്യാണത്തിന് മുമ്പുള്ള ആളല്ല കല്യാണത്തിന് ശേഷം. അപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് വരുന്ന കുട്ടിയില്ലേ, ആ കുട്ടി കാണുന്നത് അവളുടെ റിയൽ അമ്മയെ അല്ല, അല്ലെങ്കിൽ റിയൽ അച്ഛനെ അല്ല, ആ നല്ല സ്വഭാവമല്ല, വേറെ ചില സ്ട്രെസ്സും വിഷമങ്ങളൊക്കെ ഉള്ള പുതിയൊരാളെ ആയിട്ടാണ് ആ കുട്ടി കാണുക. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾ പറഞ്ഞതാണ്, അവൾ ഡോക്ടറാണ് ഒക്കെയാണ്, പക്ഷെ അവൾക്ക് ചില സങ്കടങ്ങളുണ്ട്, ചില വിഷമങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ചില സമയത്ത് അവൾ പറയും, രാവിലെയൊക്കെ ഞാൻ കിടന്നുറങ്ങും, എൻ്റെ കുട്ടികൾക്ക് നല്ല ഭക്ഷണം പോലും ഉണ്ടാക്കി കൊടുക്കാൻ കഴിയില്ല, കുട്ടികൾ സ്വന്തമായിട്ടൊക്കെ എടുത്ത് കഴിക്കേണ്ടി വരും ചില ദിവസം. അതുകൊണ്ട് അവരെ ഇങ്ങനെ ശരിക്കും നോക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അവൾ പറയാം, ഒരു ദിവസം അവളുടെ മോള് 8ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന മോളാണ്. മോള് വന്നിട്ട് ഉമ്മയോട് ചോദിക്കുകയാണ്, ഉമ്മയുടെ റോൾ മോഡൽ ആരാണെന്ന് ചോദിച്ചു. ഉമ്മയുടെ റോൾ മോഡൽ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ അവളിങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ പറയാം, എന്താ ചോദിക്കാൻ കാരണം എന്ന് ചോദിച്ചു. അപ്പം മോള് പറയാം, അന്ന് സ്കൂളിൽ നിന്ന് എന്നോട് ചോദിച്ചു, ഞങ്ങളോട് എല്ലാവരോടും ചോദിച്ചു റോൾ മോഡൽ ആരാണ്. അപ്പം ഞാനൊരു ഉത്തരം പറഞ്ഞു. എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, ഞാൻ ഉമ്മയാണെന്ന് പറഞ്ഞു. അവൾ ആകെ അമ്പരന്ന് പോയി. കാരണം ഇവളുടെ ഏറ്റവും വലിയ സങ്കടം കുട്ടികളെ ശരിക്കും നോക്കാൻ പറ്റുന്നില്ല എന്നുള്ള. അതുകൊണ്ട് കുട്ടികളെ മനസ്സിൽ എന്നോടൊരു ദേഷ്യം ഉണ്ടാവുമോ എന്നതൊക്കെയാണ് അവളുടെ വിഷമം. അപ്പോൾ ഇവൾ ചോദിച്ചു, അതെന്താ അങ്ങനെ? ഞാൻ നിനക്ക് ചില സമയത്ത് ഭക്ഷണം പോലും ഉണ്ടാക്കി തരാറില്ലല്ലോ, നിങ്ങളെ കാര്യങ്ങളൊന്നും ചിലപ്പോൾ നോക്കാൻ എനിക്ക് കഴിയാറില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പം ആ മോള് പറഞ്ഞതാ, അമ്മ എനിക്കറിയാം, ഇതൊന്നും അല്ല ശരിക്കുള്ള എൻ്റെ ഉമ്മ എന്ന് എനിക്കറിയാം. നിങ്ങളിങ്ങനൊന്നും അല്ല ശരിക്കും എനിക്കറിയാം. നിങ്ങൾക്ക് ചില വിഷമങ്ങളൊക്കെ ഉണ്ട്, അതും എനിക്കറിയാം. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിലപ്പോൾ ക്ഷീണിച്ച് കിടന്നുറങ്ങുകയും വിഷമിച്ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന അതുകൊണ്ടല്ലേ. എൻ്റെ അമ്മ ഇതൊന്നും അല്ല എന്ന് എനിക്കറിയാം. അവൾ പറയണ അവളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല നിമിഷം അതാണെന്നാണ് അവൾ പറയണത്. അതുകൊണ്ട് നമ്മളെ കുട്ടികൾ നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. നമ്മളെന്തൊക്കെ ചെയ്തു കൊടുക്കുന്നില്ല, നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കുമോ, നമ്മുടെ വീടിനെക്കുറിച്ച്. നമ്മുടെ പേരൻസിനെ കുറിച്ച് നമുക്ക് ഓർക്കാവുന്ന ഏറ്റവും നല്ല കാര്യം, മക്കൾക്ക് നമ്മളെക്കുറിച്ച് ഓർക്കാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ? ചിലപ്പോൾ നല്ല വസ്ത്രങ്ങളൊന്നും വാങ്ങിത്തരാറില്ലായിരുന്നു. വാപ്പാൻ്റെ കയ്യിൽ ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല, ഉമ്മാൻ്റെ കയ്യിൽ ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല. ചിലപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലത്തെ രീതിയിൽ ജീവിക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. അത്രയും നല്ല വാഹനമോ വീടോ സൗകര്യങ്ങളോ ഒന്നും ചിലപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. പക്ഷെ ഞങ്ങളുടെ വീടൊരു സ്വർഗമായിരുന്നു എന്ന് നമ്മുടെ മക്കൾ നമ്മളെക്കുറിച്ച് പറയാമെന്നുള്ളതാണ് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം. അതാണ് വാപ്പ ഉമ്മയോട് പൊറുത്തതിനെക്കുറിച്ച്, ഉമ്മ വാപ്പാക്ക് മാപ്പ് കൊടുത്തതിനെക്കുറിച്ച്, അച്ഛനും അമ്മയും തമ്മിലുണ്ടായിരുന്ന ആ സഹവാസത്തെക്കുറിച്ചാണ് മക്കൾ ഓർക്കുക. വേറുള്ളതൊക്കെ മറന്നു പോകും. നമ്മളെത്ര നല്ല കളിപ്പാട്ടം വാങ്ങിക്കൊടുത്താലും കേടുവന്നു, നമ്മളെത്ര നല്ല വസ്ത്രം വാങ്ങിക്കൊടുത്താലും അതൊക്കെ ദ്രവിച്ചു പോകും, നമ്മളെത്ര നല്ല സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്താലും അതൊക്കെ മക്കൾ മറന്നു പോകും. മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം ഓർമ്മകളാണ്, വേറൊന്നുമില്ല. ഓർമ്മകൾ, ചില നിമിഷങ്ങൾ. കാരണം നമ്മുടെ മനസ്സിൽ അങ്ങനെയാണ്. വാപ്പ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ചില ഓർമ്മകളാണ്, ഉമ്മ എന്ന് പറഞ്ഞാൽ ചില ഓർമ്മകളാണ്, വല്ലിപ്പ അല്ലെങ്കിൽ മുത്തശ്ശൻ മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞാൽ ചില ഓർമ്മകളാണ്. ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിൽ ബാക്കിയാകുന്നത് ഓർമ്മകളാണ്, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. മുതിർന്ന ആളുകൾക്കാണെങ്കിൽ പോലും. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു അനുഭവമുണ്ട്, ഞാൻ അവസാനിപ്പിക്കാം കേട്ടോ.
അവൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ഈ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് അത്ര നല്ല ഓർമ്മകളൊന്നുമല്ല അവൾക്കുണ്ടായത്. ഭർത്താവിൻ്റെ അമ്മയിൽ നിന്ന് കുറച്ച് രൂക്ഷമായ പെരുമാറ്റങ്ങളായിരുന്നു. ചെറിയ കാര്യങ്ങൾക്ക് വല്ലാതെ വഴക്കിടുകയും പിന്നെ വാശി കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന അങ്ങനെ ഒരു അമ്മയായിരുന്നു. ഒരു വീട്ടിലേക്ക് ഒരു മരുമകൾ വരിക എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീട്ടിലേക്ക് ചെന്നിട്ട് നല്ല ചെടിയൊക്കെ കണ്ടാൽ നമ്മൾ ചോദിക്കൂലേ ഒരു കമ്പ് തരുമോ? അങ്ങനെ ഒരു കമ്പ് തന്നാൽ നമ്മൾ ആ കമ്പ് കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ കുത്തി വളർത്തൂലേ? കുത്തി വളർത്തണ്ടേ? അതിന് വെള്ളവും വളമൊക്കെ കൊടുക്കണ്ടേ? എന്നാലല്ലേ വളരുള്ളൂ. വേര് പിടിക്കാനുള്ളൊരു സമയം വേണ്ടേ അതിന്, അല്ലേ? വീട്ടിൽ വളർന്നൊരു മരവും അയൽപ്പക്കത്ത് നിന്ന് കൊണ്ടുവന്ന് കുത്തിയ ചെടി ഒരുപോലെയാണ്, ആകൂലല്ലോ. ആ ചെടിക്ക് വേര് പിടിക്കാനുള്ള സമയം വേണ്ടേ? ഇതാണ് മരുമകൾ എന്ന് പറഞ്ഞത്. പക്ഷെ വളരെ കുറച്ച് ആൾക്കാരെ അതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ടാവുള്ളൂ. വീട്ടിൽ വളർന്ന മരം പോലെയാകണം, അപ്പുറത്തുനിന്ന് കൊണ്ടുവന്ന് കുത്തിയ ചെടിയും എന്ന് വിചാരിക്കുന്നത് ഒരു മനുഷ്യവിരുദ്ധമല്ലേ അത്? അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ലല്ലോ. അപ്പോൾ ഈ അമ്മയിൽ നിന്ന് അങ്ങനെയുള്ള പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഇവൾ പറയണത് എന്താണെന്നറിയോ? ഇവൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം വല്ലാതെ വേദന എടുത്ത് ആശുപത്രിയിലേക്ക് പോയി മരുന്നൊക്കെ കുടിച്ചാണ് തിരിച്ചു വന്നത്. അങ്ങനെ അവൾ കിടന്നുറങ്ങി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആരോ ഇങ്ങനെ തലോടുന്നത് പോലെ തോന്നി. ഇരുട്ടാണല്ലോ. അവൾ മെല്ലെ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ അമ്മ. അവൾക്ക് മനസ്സിലായി അത് അമ്മയാണ്. അപ്പോൾ അവൾ അതേപോലെ കിടന്നു എന്നാണ്. അമ്മയാണെന്ന് അറിഞ്ഞപ്പോൾ കുറച്ചു നേരം കൂടി അത് കിട്ടാൻ വേണ്ടിയിട്ട് അതേപോലെ കിടന്നു. കുറച്ചു കാലം കഴിഞ്ഞ് അമ്മ മരിച്ചുപോയി. അമ്മ മരിച്ച അന്നാണ് അവൾ പറയണത്, അമ്മ എനിക്ക് കുറേ വേദനകളൊക്കെ തന്നിട്ടുണ്ട്, പക്ഷേ അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ആ പാതിരാത്രിയിലെ തലോടൽ മാത്രമാണ്. ബാക്കിയൊക്കെ മാഞ്ഞുപോയി. നമ്മളെത്ര മാഷന്മാരും ടീച്ചർമാരും പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലേ? 100 കണക്കിന് മാഷന്മാരും ടീച്ചർമാരും പഠിപ്പിച്ചില്ലേ? പക്ഷെ ഏറ്റവും നല്ല മാഷ് ആരാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് 1-2 ആളെ വരുള്ളൂ. ഓർമ്മയുടെ മുറത്തിലിട്ട് ഇങ്ങനെ പാറ്റി നോക്കും മനുഷ്യന്. പതിരുകളെല്ലാം പറന്നു പോവുകയും 1-2 കതിരുകൾ മാത്രം ബാക്കിയാവുകയും ചെയ്യും. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാഷ്, ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ, ഏറ്റവും നന്നായി പഠിപ്പിച്ച ടീച്ചർ ആവണമെന്നില്ല, അല്ലേ? ഏറ്റവും നന്നായി പഠിപ്പിച്ച മാഷാവണമെന്നില്ല. അത് നമ്മളോട് കരുണ കാണിച്ച ഒരാളുണ്ട്. അങ്ങനെ ഒരാളില്ലെങ്കിലോ നമ്മുടെ ഓർമ്മയിൽ ഒരാളുണ്ടാവില്ല. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ